ആലപ്പുഴ മാരാരിക്കുളത്തെ ഒരു റിസോർട്ടിലേക്കൊന്ന് പോകാം. അവിടെ കുറച്ച് ദിവസങ്ങളായി 3 ചെറുപ്പക്കാർ മുറിയെടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനും ബിടെക് ബിരുദധാരിയും സുഹൃത്തും അവിടെ എത്തിയത് ലഹരിയുമായാണ്. വെറും ലഹരിയല്ല, കൊക്കൈനും LSD സ്റ്റാമ്പുകളും ലഹരി ഗുളികകളും. പോലീസ് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വൻ മയക്കുമരുന്ന് സംഘം പിടിയിലായത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ്, ബിടെക് ബിരുദധാരി അമൽ, സുഹൃത്ത് എബ്രഹാം മാത്യു എന്നിവരെയാണ് മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് സംഘവും മണഞ്ചേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ് ഇതിനു മുമ്പും വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. ഇവർ ദിവസങ്ങളായി മാരാരിക്കുളത്ത് റിസോർട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു. $20 ഗ്രാം കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, ലഹരി ഗുളികകൾ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ എഞ്ചിനീയറിംഗ് ബിരുദധാരി അമൽ കോഴിക്കോട് സ്വദേശിയാണ്. ട്രേഡിംഗിനായാണ് ഇവർ ഒരുമിച്ച് കൂടിയതെന്നാണ് വിവരം. കൂടെ പിടിക്കപ്പെട്ട എബ്രഹാം മാത്യു വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് മാരാരിക്കുളത്തെ നെറ്റ്ഫ്ലിക്സ് എന്ന റിസോർട്ട്. ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗമാണ് കൊക്കൈൻ കൊണ്ടുവന്നതെന്നാണ് അമൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എബ്രഹാം മാത്യു ചെന്നൈയിൽ നിന്ന് കാറിലാണ് മാരാരിക്കുളത്തെ റിസോർട്ടിലേക്ക് എത്തിയത്. വിമാനമാർഗം കൊക്കൈൻ എത്തിച്ചുവെന്ന അമലിന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇതേ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളത്തെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.